കോഴിക്കോട് വടകര ഓർക്കാട്ടേരിയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. ഡിസംബർ 4 കുന്നുമ്മക്കര നെല്ലാച്ചേരിയിലെ തട്ടാർക്കണ്ടി ഹബീബിന്റെ ഭാര്യ ഷബ്നയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃവീട്ടുകാരുടെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഷബ്നയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. പിന്നാലെ ഭർത്താവിന്റെ മാതാപിതാക്കൾ, ഭർത്തൃ സഹോദരി, ഭർത്താവിന്റെ അമ്മാവൻ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ 4 ആളുകളുടെയും പേരിലാണ് വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആത്മഹത്യാ പ്രേരണ, ഭർത്തൃവീട്ടുകാരുടെ പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. നിരന്തരമായ മാനസിക പീഡനവും ശാരീരികമായ ഉപദ്രവവും സൃഷ്ടിച്ച പ്രയാസമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 78 പേജുകളുള്ള കുറ്റപത്രത്തിൽ 38 സാക്ഷികളുണ്ട്. നിർണായക ദൃശ്യങ്ങൾ ലഭിച്ച CCTVയുടെ ഹാർഡ് ഡിസ്ക് തെളിവായി കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിന്റെ അമ്മാവൻ ഹനീഫ ഷബ്നയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിൽ പതിഞ്ഞിരുന്നു. മർദ്ദനം മൊബൈലിൽ പകർത്താൻ ഷബ്ന ശ്രമിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ തട്ടിത്തെറിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. എടച്ചേരി പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് വടകര DYSPക്ക് കൈമാറുകയായിരുന്നു. 24 കോഴിക്കോട്.